നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയ്ക്കകത്ത് മുട്ടയുടെ പുറത്ത് പലതരത്തിലുള്ള അഴുക്കുകൾ പറ്റിയിട്ടുണ്ടാവും, കോഴി കാഷ്ടവും മറ്റഴുക്കുകളും. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാവൂ. അല്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങളിലേക്കും ഇതിൽ ബാക്ടീരിയാസോ സൂക്ഷ്മജീവികളൊക്കെ പ്രവർത്തിച്ച് മറ്റ് ആഹാരങ്ങളിലേക്കോ അത് പടരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് മുട്ടകൾ വെക്കുക. അത് മുട്ടയെല്ലാം അതിനകത്ത് മുങ്ങിക്കിടക്കണം. അതിനുശേഷം ഒരു 2 മിനിറ്റ് അങ്ങനെ ഇടുക. അതിനുശേഷം ഓരോ മുട്ടയായിട്ട് എടുത്ത് നമ്മൾ ഒരു സ്ക്രബ്ബർ കൊണ്ട് കഴുകി വൃത്തിയാക്കണം. നമ്മൾ റണ്ണിങ് വാട്ടർ വേണം. ഈ പാത്രം ഒഴുകുന്ന വെള്ളത്തിൽ തന്നെ ഒരു സ്ക്രബ്ബർ ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകുക. അതിനുശേഷം ഇതുപോലൊരു തുണിയിൽ, ഉണങ്ങിയ തുണിയിൽ ഇത് വെക്കണം. ഇങ്ങനെ കഴുകിയിട്ട് ഇതുപോലെ ഈ തുണിയിൽ വെക്കുക. കുറേ നേരം കഴിഞ്ഞിട്ട് വേണം ഇതതിന് ശേഷം മാത്രമേ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാവൂ. പിന്നെ കഴുകുമ്പോൾ നിങ്ങൾ ഓർക്കുക, സ്ക്രബ്ബർ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറൊന്നും ഉപയോഗിച്ച് കഴുകരുത്. മുട്ടയൊക്കെ കഴുകാനായിട്ട് വേറെ വെച്ചിരിക്കണം. കാരണം ഇതിനകത്തെ അഴുക്കൊക്കെ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഉപയോഗിച്ചാൽ ഇതിലെ അഴുക്ക് മറ്റേ ആ സ്ക്രബ്ബറെ പറ്റി പാത്രങ്ങൾക്കകത്തും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിലേക്കും പടരുമല്ലോ. അതിനകത്ത് എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അതിലേക്കും പടരും. അതുകൊണ്ട് ഇതിനായിട്ട് വേറൊരു സ്ക്രബ്ബർ വെച്ചിരിക്കണം. ഇത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് തോരും, നന്നായിട്ടൊന്ന് ഉണങ്ങും. അതിനുശേഷം മാത്രമേ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാവൂ.